نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ತಿರ್ಸತ್ತು ಸತ್ಯವಿಶ್ವಾಸಿಮಾರ ವಿಶ್ವಾಸಿನಿಮಾರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು തആലറോ പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ളേ നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിക്കിற റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. ഇവിടെ ഒട്ടിಗೆ ആയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിಗೆ ആവുകയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇന്നത്തെ ടോപ്പിക് നഫ്സുറൊಟ್ಟಿಗೆ ആക്കുനായ ജിഹാദ്. ജിഹാദ് ചൊല്ലുമ്പോ ലോകത്ത് எல்லாத்தண்ட யார தப்புதாரண ஆயதாய ஒரு வேர்டை திக்குது ജിഹാദ് ചൊല്றது. സാധാരണ ജിഹാദ് കേൾക്കുമ്പോ മുസ്ലിം അല്ലാത്ത അമുസ്ലിമീങ്ങും അതേപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കൊറിയ വിഭാഗ ആൾമാറും ജിഹാദ് ചൊന്നെങ്കിൽ കത്തി എടുത്തിട്ട് അല്ലെങ്കിൽ ബോംബ് എടുത്തിട്ട് അപ്പുറത്തങ്ങളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിട്ടിക്കറ് ജിഹാദ് വിയർച്ചതാണ്. യഥാർത്ഥത്തിൽ ജിഹാദ് ചൊന്നിങ്ങെന്തരെ ജിഹാദ് ചൊല്ற വേർഡ് അർത്ഥ ചൊമ്മ പരിശ്രമാക്രെ അത് ഇട്ടിക്കറ് ഒരു വിഷയത്തില് ചൊമ്മ പരിശ്രമാക്രെ അതേതേ ഒരു വിഷയത്തിലായെങ്കും ആ വിഷയത്തില് ജിഹാദാക്ര്. ഉദാഹരണക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചൊന്ന വജാഹിദും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ വെച്ചിട്ട് നിങ്ങ വലിയ ഒരു ജിഹാദാക്കുറു ചൊന്ന അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫുർഖാനിൽ ചൊല്றது കാണും. അപ്പൊ ഖുർആൻ വെച്ചിട്ട് ജിഹാദാക്കുണു ചൊന്നിങ്ങെന്തരെ ഖുർആന്റെ ആൽമാർക്ക് എത്തുപാട്ടി കൊടുക്കുന്നതും ദാവത്താക്കി കൊടുക്കുന്നതും ಅದರ വിഷയത്തിൽ ആൽമാർക്ക് ഇസ്ലാമരെ അരിപ്പാട്ടി കൊടുക്കുന്നതിന്റെ വിഷയത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നു ചൊല്ലറേ ആ ഒരു വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദാക്കുറു ചൊന്തു ചൊന്നരെ. അല്ലാണ്ട് കത്തി എടുത്തിട്ട് തൽവാർ എടുത്തിട്ട് അല്ലെങ്കിൽ ബോംബ് അക്രമാക്കിയിട്ട് അങ്ങനെ ഒരു ജിഹാദ് അല്ല. എന്തരെ ജിഹാദ് ചൊല്ற വേർഡ് അർത്ഥ. അപ്പൊ ജിഹാദ് ചൊന്നെങ്കിൽ ചമ്മത്തെ ഒരു പരിശ്രമാവണു ചൊല്ലറതേ ടിക്കർ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ജിഹാദ് വിഷയ പൽക്ക പറയുമ്പോത്തുകു അയാള് ജിഹാദ് കൊറേ ടൈപ്പ് ഉണ്ട് ചൊല്ലു അല്ലെ. 4 ടോട്ടല് ഞങ്ങളെ ലൈഫില് എത്ര ആളൊട്ടിಗೆ നമുക്ക് ജിഹാദ് ആക്കും, ഞങ്ങളെ ലൈഫില് നമുക്ക് എത്ര ആൾമാരൊട്ടിಗೆ നമുക്ക് ജിഹാദ് ആക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ 4 വിഭാഗ ആൾമാരെ എണ്ണത്. 4 വിഭാഗ ആൾമാരൊട്ടിಗೆ തിക്കറ് ഞങ്ങളെ ലൈഫില് നമുക്ക് ജിഹാദ് ആക്കുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണായ ഒരു വിഷയത്തിക്ക് ഞങ്ങളെ ലൈഫില് 4 വിഭാഗ ആൾമാരൊട്ടിಗೆ നമുക്ക് ജിഹാദ് ആക്കുകൊണ്ടു.
അപ്പൊ അതിൽ ഏതുള്ള 4 വിഭാഗാൽമാർ? ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സ്, സ്വന്ത നഫ്സുറൊട്ടികുള്ള ജിഹാദ്. രണ്ടാമത്തേത് ജിഹാദു ഷൈത്താൻ, ഷൈത്താൻ റൊട്ടികുള്ള ഒരു ജിഹാദ് ഉണ്ട്. മൂന്നാമത്തേത് ജിഹാദുൽ മുനാഫിഖീൻ, മുനാഫിക്കീങ്ങായെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തില് തപ്പാക്രങ്ങായെ ഞങ്ങളെതിർಲು ഒരു തപ്പ് കാണുമ്പോഴത്തേക്കു അതിരൊട്ടിಗೆ ഒരു ജിഹാദ് ഉണ്ട്. നാലാമത്തേത് ജിഹാദുൽ കുഫാർ, കാഫിറായ ആൾമാരൊട്ടിಗೆ യഥാർത്ഥ രൂപത്തിലുള്ള ജിഹാദ്. ഇങ്ങനെ 4 ജിഹാദ് ഇട്ടിക്കറി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിച്ചുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല നമുക്ക് പഠിപ്പാട്ടി തണ്ടത് കാണും. അപ്പൊ ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സ്, രണ്ടാമത്തേത് ജിഹാദു ഷൈത്താൻ അല്ലെ, സ്വന്ത നഫ്സറൊട്ടികുള്ള ജിഹാദും അതേപോലെ ഷൈത്താൻ റൊട്ടികുള്ള ജിഹാദ്. ഇതിന്റെ ഹുക്കും എന്തിരെ? ഫർദു കിഫായമ ഫർദു ഐന, ഓരോരുത്തർക്കും ആക്കണായത് അല്ല ആരും ഒരാളാക്കിയമ്മയവ അല്ല, ഫർദു ഐന ഇത്തിക്കർ അല്ലെ, ഓരോരുത്തും ആക്കണായ ജിഹാദ് ഇട്ടിക്കർ. ഇത് സ്വന്ത നഫ്സറൊട്ടിക്കും അതേപോലെ ഷൈത്താൻ റൊട്ടിക്കും ഓരോ മനുഷ്യന്മാരും ആക്കണായ ജിഹാദ് ഇട്ടിക്കർ. ഈ 2 ജിഹാദ്, ഫസ്റ്റ് 2 ജിഹാദ്. രണ്ടാമത്തെ 2 ജിഹാദ് ഏത്? തപ്പു കാണുമ്പോൾ എതിർക്കുന്നതും അതേപോലെ കാഫിർങ്ങളൊട്ടിಗೆ ജിഹാദ് ആക്കുന്നതും അത് ഫർദു കിഫായ ഇട്ടിക്കർ. ആരെങ്കും ആക്കിയെങ്കും മയവും, ആറും ആക്കില്ലെങ്കിൽ അത് എന്തുണ്ട്? ശിക്ഷ ഉണ്ട്. ആരെങ്കും ആക്കിയും മയവും. അത് മാത്രല്ല ഇതിരെ ശിക്ഷലും ഇതിരെ പ്രതിഫലത്തിലും എന്തുണ്ട്? വ്യത്യാസം. ഏത്? ഞങ്ങ ഫസ്റ്റ് ചൊന്ന ജിഹാദിലും ഫസ്റ്റ് 2 ജിഹാദിലും അതേപോലെ രണ്ടാമത്തെ ചൊന്ന 2 ജിഹാദിലും കൂലി കിട്ടുന്ന വിഷയത്തിലും എന്തുണ്ട്? അതിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ചൊന്ന 2 ജിഹാദ് ഏത്? ജിഹാദുൻ നഫ്സും ജിഹാദു ഷൈത്താൻ. ഇതിൽ ഒർത്ത ജിഹാദ് ആക്കിട്ട് സോത്യണ്ടായെങ്കിൽ അവന്റെ അവസ്ഥ എന്തേ? അവനക്ക് ശിക്ഷ ഇട്ടിക്കറില്ലേ? പരലോകത്ത് അവൻ നരകത്ത് പോണേട്ട് പണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായിട്ട് അവന്റെ ശിക്ഷിക്കറ. സ്വന്ത നഫ്സുറൊട്ടിಗೆ ജിഹാദ് ആക്കുന്നതിൽ ഒർത്ത സോത്യണ്ടായെങ്കിൽ അതേപോലെ ഷൈത്താൻ റൊട്ടിಗೆ ജിഹാദ് ആക്കുന്നതിൽ ഒർത്ത സോത്യണ്ടായെങ്കിൽ അവനക്ക് പനിഷ്മെന്റ് ഉണ്ട്, അവനക്ക് ശിക്ഷ ഉണ്ട് ചൊല്ലതേറ്റിക്കറി ഇസ്ലാം പഠിപ്പാട്ട്. അതല്ല രണ്ടാമത്തെ ബാക്കി 2 ജിഹാദ്, അതായത് ഒരു തപ്പ് കാണുമ്പോൾ എതിർക്കുറെ ജിഹാദ് ഉണ്ട്, അതേപോലെ കുഫാർമാരൊട്ടി ആക്കുന്ന ജിഹാദ് ഉണ്ട്. ഇതിൽ ഒർത്ത സോത്യണ്ടായെങ്കിൽ ഇതിൽ ഒർത്ത മർച്ചണ്ടായെങ്കിൽ അവനക്ക് എന്തുണ്ട്? കൂലി ഉണ്ട്, അവനക്ക് പ്രതിഫലം ഉണ്ട്, അവന് ഷഹീദരെ കൂലി ഏറ്റിക്കറ അവന് കൂലി. അപ്പൊ കൂലിലും ഇതിലെന്തുണ്ട്? വ്യത്യാസം ഉണ്ട് ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കാനായ ഗൗരവപ്പെട്ട ഒരു വിഷയ ഇട്ടിക്കർ. അപ്പൊ ഏതെങ്കിലും ഈ 4 ജിഹാദില് ഉണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ആക്കോ പോണ്ട്. ജിഹാദ് ഏത്? ഒന്നാമത്തെ ചൊന്നെ ജിഹാദുൻ നഫ്സ്, മുജാഹദത്തുൻ നഫ്സ് ചൊന്തു. അതെ ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാട്ടരെ സ്വന്ത നഫ്സുറൊട്ടിയുള്ള ജിഹാദ് ഇട്ടിക്കറ് ഞങ്ങൾ ഗൗരവമായിട്ട് കാണണായി. കാരണം എന്താ വെച്ചാൽ ബാക്കി 3 ആൾമാരൊട്ടി ആക്കറ് ജിഹാദിറക്കാണ് യാറ. ನಾನು ಪಾಠ ಚೊಂದ പോലെ ಶೈತಾನ್ ರೊಟ್ಟಿಗೆಂ ಮುನಾಫಿಕುಮಾರೊಟ್ಟಿಗೆಂ ಕುಫಾರುಮಾರೊಟ್ಟಿಗೆ ಆಕರೆ ಜಿಹಾದ್ರಕಾಣ ಯಾರ ಚೊಮ್ಮ ಕಷ್ಟವುಳ್ಳ ഒന്നേറ്റിക്കറ് സ്വന്ത നഫ്സുറൊട്ടികുള്ള ജിഹാദ് ചൊല്றது ഞങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളത് അറിഞ്ഞിരാറ് അല്ലേ? ഞങ്ങൾ വിചാരിച്ചത് എന്തേ? കാഫിറായ ആളൊട്ടിಗೆ തലവാറ് പിടിച്ച് ജിഹാദ് ആക്കൃതി ഇട്ടിക്കറ് എല്ലാ തണ്ടി കഷ്ട, അല്ലെങ്കിൽ ಬೇರೆ ಶೈತಾನ್ ರೊಟ್ಟಿಗೆ ಹಾಕಿರೋದು ಅಲ್ಲ, ಸ್ವಂತ ನಫ್ಸುರೊಟ್ಟಿಗೆ ಹಾಕಿರೋ ಜಿಹಾದ್ ಇಟ್ಟಿಕ್ಕರು ಎಲ್ಲ ತಂಟಿ ಕಷ್ಟವುಳ್ಳ ಜಿಹಾದ್. ഇത് ഞങ്ങൾക്ക് പിടിയാവില്ല, ഞങ്ങൾക്ക് അത് ഗൊന്താവില്ലെന്തേ? എപ്പോ നോക്കിയെങ്കിൽ തപ്പാക്കി വയ്ക്കറ, എപ്പോ നോക്കിയ നഫ്സുരെ പെറൂലെ ഇക്കറ, നഫ്സ് എന്തിര ചൊല്ற അത് ഞങ്ങൾ ആക്കി വയ്ക്കറ. അങ്ങനെ ಹಿಸಬಲು ಅದರೊಟ್ಟಿಗೆ ഞങ്ങൾ ജിഹാദ് ആക്കറേ ಇಲ್ಲ. അങ്ങനെ ಹಿಸಬಲು ഞങ്ങൾക്ക് അതൊരു കഷ്ട പോലെ ആവടും ഇല്ല. ഉലമാക്കന്മാർ ചൊല്றേ ഈ ബാക്കി 3 ജിഹാദിറക്കാണ് എല്ലാ തണ്ടി ಯಾರ കഷ്ടവുള്ള ജിഹാദ് സ്വന്ത നഫ്സുറൊಟ್ಟಿಗೆ ಹಾಕಿರೋ ಜಿಹಾದ್ ಐತಿಕ್. ಅದು ಗೈತಿಕ್ರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಲ್ಲ ತಂಟಿ ಬೆಲ್ಯ ಪ್ರತಿಫಲ ಸ್ವಂತ ನಫ್ಸುರೊಟ್ಟಿಗೆ ಆಕ್ರಂಕ್ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೊಂದ್ರಿ ಏದಾಯತ್ ವ ಅಮ್ಮಾ ಮನ್ ಖಾಫ ಮಖಾಮ ರಬ್ಬಿಹಿ ವ ನಹ ನಫ್ಸ ಅನಿಲ್ ಹವಾ. 6 അല്ലാഹുവിന്റെ ദർബാറിനെ പേടിച്ചിട്ട് സ്വന്ത നഫ്സിനെ തടഞ്ഞു വെയ്ക്കറാണ്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവന്റെ ജാഗയിട്ടിക്കർ സ്വർഗ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ സ്വന്ത നഫ്സുറൊಟ್ಟಿಗೆ ഒരുത്ത ജിഹാദ് ആക്കിണ്ടായെങ്കിൽ അള്ളാഹ് ഒരു വിശാലമായ അനുഗ്രഹമുള്ള സ്വർഗ അവനുകൊണ്ടു. അപ്പൊ അത് കേട്ടിക്ക് അത്ര വലിയ പ്രതിഫലം അള്ളാഹു വെച്ചിരുന്നെങ്കിൽ സ്വന്ത നഫ്സുറൊಟ್ಟಿಗೆ ആക്കിற ജിഹാദ് ചൊല്றது അത് സുലാഭത്തെ ഒരു കാര്യമല്ല, അത് ഭയങ്കര കഠിനമായിട്ടുള്ള അധ്വാനം ഇട്ടിക്കറ് ചൊല്ലത് ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കും.
കണ്ണുക്ക് കാണാത്ത ജണ്ട് ശത്രുമാറുള്ള ഞങ്ങളെ കണ്ണുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്ത ജണ്ട് ശത്രുമാർ. ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുണ്ട്, ഷൈത്വാൻ, ഇബ്ലീസ് അല്ലെ, ഇബ്ലീസും ഇബ്ലീസ് അനുയായിമാർ. രണ്ടാമത്തേത് ഞങ്ങളെ നഫ്സ്, ഞങ്ങളൊരു ശത്രുവായിട്ട് ഞങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങളെ സ്വന്തം നഫ്സ് ചിലപ്പോ ഞങ്ങളെ ശത്രുവായിട്ട് തീർറ്. അപ്പൊ നഫ്സ് ഞങ്ങളെ ചിലപ്പോ എന്താക്കര് ശത്രുവായി. അത് കേട്ടിക്കര് ഈ നഫ്സ് എന്താക്കര് എപ്പം തപ്പുക്ക് ചാഞ്ഞോയിക്കര, തപ്പുക്ക് ബലിച്ചോയിക്കര ഞങ്ങളെ. അതുകല്ലേ നോക്കൊരു ഞങ്ങ ഒരു തപ്പാക്കിട്ടായെങ്കിൽ എപ്പോ നോക്കിയെങ്കിൽ ശൈത്താന്റെ ബ്ലേം ആക്കറല്ല. ഈ എന്തെ ശൈത്താന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ സബലൈത്തിക്കര്, അല്ലെങ്കിൽ ശൈത്താന്റെ പ്രേരണ കൊണ്ടേറ്റിക്കര്, ശൈത്താന്റെ വസ്വാസ് കൊണ്ടേറ്റിക്കര് നാണ് ഈ തപ്പാക്കരെ ചൊന്തു ഞങ്ങ യാറത്തിൽ ചൊന്നോയിക്കര. എല്ലാ തപ്പും ശൈത്താൻ അല്ലാക്കര്. കൊറിയ തപ്പു ഞങ്ങളെ സ്വന്ത നഫ്സൈത്തിക്കറാക്ക് ബാട്ടറ്. അതുകൊരു ഉദാഹരണം എത്തിക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ശൈത്താന്മാരെ കെട്ടിവയ്ക്കറ അല്ലെ, ജിന്നു വർഗത്തെയും ശൈത്താനു വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കെട്ടിവയ്ക്കറ. ആ എങ്കും റമളാനില് തപ്പാക്കിറങ്ങുള്ളാറ്, നിസ്കാരത്തിൽ അശ്രദ്ധയായിട്ട് നിസ്കരിക്കിറങ്ങുള്ളാറ്, നോമ്പ് പിടിച്ചിട്ടും ബായിൽ കലവ് ചൊല്ലിറങ്ങുള്ളാറ്, നോമ്പ് പിടിച്ചിട്ടും വേണ്ടാത്തത് പൽക്കവരണമുള്ളാറ്, നോമ്പ് പിടിച്ചിട്ടും കണ്ണില് വേണ്ടാത്തത് നോക്കിറങ്ങുള്ളാറ്. എന്തേ കാരണം? അത് ശൈത്വാന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാനായ സഹാബിമാർ ചൊല്ലറോ, അത് നഫ്സൈറ്റിക്രൗണ്ട്, സ്വന്തം നഫ്സൈറ്റിക്രൗണ്ട് തപ്പുക എടുത്തോണ്ടേ. അതുകൊണ്ട് സ്വന്തം നഫ്സൈറ്റിക്രൗണ്ടേ തപ്പുക ബലിക്കരേ. അപ്പോ സ്വന്തം നഫ്സ് ചൊല്ലത് ചിലപ്പോ ശത്രുവായിട്ട് തീർറ്. അപ്പൊ അതേറ്റിക്കര ഞങ്ങളെ ജീവനത്തില് കണ്ണുകൾ കാണാത്ത രണ്ട് മഹാശത്രുമാർ. അത് ഒന്ന് ഞങ്ങളെ ഒന്ന് ശൈത്താനും പിന്നൊന്നു ഞങ്ങളെ നഫ്സൈറ്റിക്കര ചൊല്ലൻ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങളൊട്ടിക പ്രധാനമായിട്ട് ഞങ്ങളെ ജീവനത്തില് രണ്ട് ഭാഗമായിട്ടിക്കര ഞങ്ങൾക്കുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് രണ്ട് ഭാഗ തന്നറ. ഒന്ന് ജസദൈറ്റിക്കര അല്ലെ, ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കുമ്പോ ഒന്നാമത്തേത് ഞങ്ങളെ തടി അല്ലാഹു ഉണ്ടാക്കിയ. ഞങ്ങളെ തടി എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയോ? ദുനിയാവുരെ വസ്തു കൊണ്ടിട്ടേറ്റിക്കർ, ദുനിയാവുരെ അല്ലെ മണ്ണിലേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പിടി മണ്ണെടുത്തിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ഉണ്ടാക്കിയ ആ മണ്ണിരെ മുഖാന്തര പിന്നെ ഓരോ സന്താന പരമ്പരയിട്ട് മനുഷ്യന്മാർ ഈ ലോകത്ത് വന്നാർ. അപ്പൊ ഞങ്ങളെ ഒന്നാമത്തേത് ഒരു തടി ഉണ്ട് ഞങ്ങളെ. രണ്ടാമത്തേത് ആകാശ ലോകത്ത് നിന്നുണ്ടാക്കിയതായ റൂഹ്, അതേറ്റിക്കർ നഫ്സ്. റൂഹും നഫ്സ് ഒന്നേ മാച്ചുള്ള വിഷയത്തിൽ ഉലമാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ഞങ്ങളെ തടിയില് ഇതൊരു തടി, ഈ തടിയുടെ ഉൾഗത്തില് റൂഹും നഫ്സ് ഇത് രണ്ടും ഒന്നേമാ അല്ല രണ്ടും വേറെ വേറെ മാച്ചുള്ള വിഷയത്തില് ഉലമാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മാത്ര പ്രമാണം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് റൂഹും നഫ്സു ഒന്നേ പോലെ അനുഭവപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെ ഞങ്ങൾക്ക് റൂഹും നഫ്സു ഒന്നേ ഞങ്ങൾക്ക് പ്രമാണത്തിൽ എങ്ങനെ പിടിയാവറേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഒരു മയ്യത്തിരെ റൂഹു അവന്റെ തടിൽ നിന്ന് പോകുമ്പോഴത്തേക്കു അവന്റെ കണ്ണ് ആ നഫ്സിനെ നോക്കി വയ്ക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് വേർഡും ആ ഹദീസിൽ യൂസ് ആക്കിയിരുന്നു. ഒരാളിലെ തടിയുടെ റൂഹു പോകുമ്പോഴത്തേക്കു, ഒരാൾ മരിക്കുന്ന ടൈമിൽ അവന്റെ തടിയുടെ റൂഹ് ഇങ്ങനെ പോണ്ടു. ആ പോണ്ട ടൈമിൽ കണ്ണ് ഓപ്പൺ ഉണ്ടെങ്കിൽ ആ കണ്ണ് നിങ്ങൾ ബന്ധാക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചെങ്കിൽ ആ കണ്ണ് അവന്റെ നഫ്സിനെ ഇങ്ങനെ നോക്കി വയ്ക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹും ചൊന്തു നഫ്സും ചൊന്തു. അങ്ങനെ സബലു റൂഹും നഫ്സു ഒന്നേറ്റൈത്തിക്കറ് യാറത്തെ ഉലമാക്കന്മാർ വിശദീകരിക്കരുത് നമുക്ക് കാണാൻ സാധ്യമാവും. ഏതായെങ്കിലും ഞാൻ ചൊന്ന വന്നെന്താ ചൊന്ന ഞങ്ങളെ തടി ചൊല്ലത് രണ്ട് വസ്തുണ്ട്. ഒന്ന് ഞങ്ങളെ തടി, രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയതായ റൂഹു ഈ തടിക്ക് ഊതിയ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദിൽ ചൊന്ന പോലെ വനുഫിഖ ഫീഹി മിർ റൂഹിഹി, ആ തടിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റൂഹരെ ഊതിയ, അതായത് നഫ്സിനെ ഊതിയ. ആകാശ ലോകത്ത് നിന്നേറ്റിക്ക അല്ലാഹു സുബ്ഹാനഹു വതആല നഫ്സിനെ ഉണ്ടാക്കിരേ. അപ്പൊ അത് കഴിത്ത് ഞങ്ങൾ എന്താക്കണം, ആകാശ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടേ ആ നഫ്സുക്ക് ಅದಕ್ಕೆ ಬೇನ್ಮಾಯ ಫುಡ್ ಎವ್ಡ್ರೆ ಬರ್ನು? ಆಕಾಶ ಲೋಕത്ത് ನಿಂತು ಬರ್ನು. ಆಕಾಶ ಲೋಕത്തെ ഫുഡ് ಅಂದ್ರೆ ഖുർആനും ഹദീസ് എത്തിക്കുക. ഞങ്ങളെ റൂഹ് ഞങ്ങളെ നഫ്സുക്ക് ഞങ്ങൾ കൊടുക്കണായ ഫുഡു അത് ആകാശ ലോകത്ത് നിന്ത് ബണ്ടതായ ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ഫുഡ് എത്തിക്കണു. അല്ലാഹു സുബ്ഹാനഹു വതആല
ആകാശ ലോകത്ത് നിന്ന് ഞങ്ങൾക്ക് പഠിപ്പാട്ടിയതായ കൊറിയ കാര്യ അത് ഞങ്ങളുടെ ജീവനത്തിൽ ഖുർആൻ ഓതുറോടെ ഖുർആനും അതെ ഖുർആൻ പഠിக்கிறവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ദിക്റാക്കറവിടെ അപ്പ എത്രത്തോളം ഞങ്ങൾ അള്ളാഹു ദിക്റും ഖുർആനും അതേപോലെ നിസ്കാരം ഇങ്ങനെയുള്ള ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടിക്രം അത്രത്തോളം ഞങ്ങളെ റൂഹുക ഞങ്ങളുടെ നഫ്സുക ഫുഡ് കൊടുത്തു ഇക്കറേണ്ട അത് ഞങ്ങളെ റൂഹുക ഞങ്ങൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കേണ്ട ഇത്തിക്കറ ಅದರ ಅರ್ಥ അപ്പൊ ഞങ്ങളെ റൂഹുക ഞങ്ങൾ ഫുഡ് കൊടുക്കണായത് ആകാശ ലോകത്ത് നിന്ന് പണ്ട് ആ ഒരു മെസ്സേജ് ഇട്ടിക്കർ ഞങ്ങളെ തടിക ഞങ്ങൾ കൊടുക്കണായി ഫുഡ് ഏത് ദുനിയാവിൽ ഉണ്ടാവുന്ന ഫുഡ് എത്തിക്കർ അല്ലേ ദുനിയാവിലു ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതായി ഫ്രൂട്ട്സും വെജിറ്റേബിളും ഇത് ഞങ്ങൾ തിന്നുമ്പോ അത് ഞങ്ങളെ തടി എത്തിക്കറ് അതിലെന്താ അവിടെ പൗഷ്ടികമായിട്ടുള്ള ആഹാരം എടുത്തിട്ട് ഹെൽത്തി ആവിടെ ഞങ്ങളെ തടി അത് ഹെൽത്തി ആവും ആയെങ്കിൽ ഞങ്ങളെ നഫ്സ് ഹെൽത്തി ആവുന്നുണ്ടായെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് പണ്ടതായ ഫുഡ് എത്തിക്കണം ഞങ്ങൾ കൊടുക്കണായി മാത്ര ഞങ്ങൾ എന്താക്കിയുള്ള ഞങ്ങ ഇതില് ಯಾರ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കണായത് ഏ ഫുഡ് ആകാശ ലോകത്ത് നിന്ന് പണ്ട് ഞങ്ങളെ നഫ്സിരെ ഫുഡ് കഴിക്കണം ഞങ്ങൾ ಯಾರ പ്രാധാന്യം കൊടുക്കണായി ഞങ്ങൾ കൊടുത്തോല്ല ഏത് പ്രാധാന്യ ദുനിയാവുറതായ ഫുഡും ഞങ്ങളെ തടിരെ പൗഷ്ടികമായിട്ടുള്ള ഹെൽത്തി ആക്കുള്ള എന്തെല്ലാം കാര്യമുണ്ട അത് മാത്രം ആൽച്ചനാക്കിട്ട് തടിരെ മാത്രം ആൽച്ചനാക്കിട്ട് തടിരെ ഫിട്ടാക്കുകയും തടിരെ നല്ലാക്കുകയും ഇട്ടിക്കറ് യാറത്തെ ആൾമാർ പ്രാധാന്യം കൊടുത്തോല്ലേ അവന്റെ തടിരെ ഉൽഗത്തുള്ള നഫ്സരെ അതിരെ പ്രാധാന്യം കൊടുക്കാണ്ടെ ಅದಕ್ಕೆ ಬೇನ್ಮಾಯ ಫುಡ್ കൊടുക്കാണ്ടെ അതിരെ അങ്ങനെ ബുട്ടുബുടുற ഒരു അവസ്ഥ ഇട്ടിക്കറ് ഞങ്ങളുടെ കൂട്ടത്തിൽ യാറത്തെ ആൾമാർ കാണ്ടി അതൊക്കെ മാവ് തീര ഞങ്ങൾ യാർ പ്രാധാന്യം കൊടുക്കണായി ഞങ്ങളെ നഫ്സുകുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കണം ഞങ്ങളെ നഫ്സുകുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കുമ്പോഴേക്കറ് ഞങ്ങളെ നഫ്സ് എന്താ അവിടെ നല്ല പവർ ഉള്ളതാവിടെ അത് നല്ല ഹെൽത്തി ആവරු ആകാശ ലോകത്ത് നിന്ന് പണ്ട് ഫുഡ് ഞങ്ങൾ ആ നഫ്സുകു കൊടുക്കുമ്പോഴത്തേക്കു ഈ റൂഹ് എന്താവു ആകാശ ലോകത്തിലേ നിക്കർ ഞങ്ങളെ തടിക്ക് പത്തി പിടിക്കില്ല അതേറ്റിക്ക് ഉലമാക്കന്മാർ ചൊല്ലി ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അതെല്ലാം വിശദീകരിക്കുന്നത് ഞങ്ങൾക്ക് കാണും ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ തടിരെ നല്ലാക്കുകയും തടിക യാറ പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേക്കു യാറ ഈ തടിരെ ഫുഡ് ആയിട്ട് ഞങ്ങൾ യാറ ಇಂಪಾರ್ಟೆಂಟ್ കൊടുക്കുമ്പോഴത്തേക്ക് ഈ റൂഹ് എന്താവു ഈ നഫ്സ് എന്താവു തടിക്ക് പത്തി പിടിക്കരുത് തടിക്ക് അതിങ്ങനെ ബലിച്ചു പിടിക്കരുത് അങ്ങനെ എത്തിക്കറ് കാഫിർമാരെ മുനാഫിക്കുമാരെ റൂഹ് പിടിക്കുന്ന ടൈമിൽ മലക്കുൽ മൗത്ത് വരുമ്പോഴത്തേക്കു അങ്ങനെ റൂഹ് ബറു കേൾക്കില്ല അങ്ങനെ റൂഹ് ആ തടിക്ക് പത്തി പിടിച്ച ഒരു അവസ്ഥയിൽ എത്തിക്കറിക്കറേ അങ്ങനെ പത്തി പിടിച്ച അവസ്ഥയിൽ അങ്ങനെ ആ റൂഹ് പിടിച്ചു ബലിക്കുമ്പോ പറഞ്ഞു പണ്ട് അപ്പൊ ഇതിന്റെ കാരണം അവന്റെ തടി കേട്ടിക്കറ അവൻ പ്രാധാന്യം കൊടുത്തേ അവന്റെ റൂഹുക്ക് അവൻ പ്രാധാന്യം കൊടുത്തില്ല അവന്റെ റൂഹുക്ക് അവന്റെ നഫ്സുക്ക് കൊടുക്കണ ഈ ഫുഡ് അവൻ കൊടുത്തില്ല അങ്ങനെ സബൽ ആ റൂഹ് അവന്റെ തടിക്ക് പത്തി പിടിച്ചിട്ട് അത് ബറുകു കേൾക്കാത്ത ഒരവസ്ഥയായിട്ട് തീർന്നു ആയെങ്ക ഒരാള് റൂഹുക്ക് ഒരാള് നഫ്സുക്ക് യാറ പ്രാധാന്യം കൊടുത്തിട്ടു ആ നഫ്സുക്ക് ബേന്മായ ഫുഡ് കൊടുക്കുറെങ്കിൽ അതായത് ഖുർആനും സുന്നത്തർ അടിസ്ഥാനത്തിലുള്ള ദിക്റും ദുആവും അതേപോലെ ബാക്കിയുള്ള നിസ്കാരം നോമ്പ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്ത് നിന്ന് കടത്തിയതായ ഫുഡ് ഞങ്ങൾ നഫ്സുക്ക് കൊടുക്കുമ്പോ ആ നഫ്സ് ആകാശ ലോകത്ത് ബന്ധിതമായിട്ടിക്കറ് അങ്ങനെ സബല് റൂഹ് എടുക്കുമ്പോ മുഅ്മിനായ ആൾമാരെ റൂഹ് പിടിക്കുമ്പോ അത് ബാരി സുലാഭത്തിൽ ബണ്ടിട്ടിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് അപ്പൊ ഇതുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ കാണുന്നായ ഒരു വിഷയത്തിക്കറ് ഞങ്ങളുടെ കൂട്ടത്തില് ചമ്മത്ത ആൾമാർ ഈ ഒരു വിഷയ അറിയാണ്ടെ യാറ ദുനിയാവുടെ പ്രാധാന്യത്തില് ദുനിയാവുടെ വിഷയത്തിക്ക് മുങ്ങിട്ടുള്ള ഒരു അവസ്ഥ കയറ്റിക്കറ് പോയോണ്ടുള്ളി അല്ലാഹു സുബ്ഹാനഹു തആല നഫ്സിനെ സത്യ പിടിച്ചു ചൊല്றது നമുക്ക് കാണു സൂറത്തു ശംസിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വന്തം ഞങ്ങളെ നഫ്സിനെ സത്യ പിടിക്കറ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ അല്ലേ വനഫ്സിൻ വമാ സവ്വാഹ നഫ്സും ആ നഫ്സിനെ സമാക്കിയവനായി അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹു സത്യ പിടിക്കറ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വസ്തുരെ സത്യ പിടിക്കറണ്ടായെങ്കിൽ അതുക്ക് പ്രാധാന്യം ഉണ്ട് അറിയിக்கிறതായിട്ടിക്കறது അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വസ്തുരെ സത്യ പിടിക്കറണ്ടായെങ്കിൽ അതുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ആ നഫ്സുകുല്ലേ ഫുജൂറത്ത് അതായത് അതുക്കുള്ള ബെടുക്ക് എന്തിനെ ചൊന്തും അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടിക്കൊടുത്ത വതഖ്വാഹ അതുക്കുള്ള തഖ്വ എന്തിനെ അതുക്കുള്ള ഭയഭക്തി എന്തിനെ ചൊല്ലതും ആ നഫ്സുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടിക്കൊടുത്ത അല്ലേ അപ്പൊ ഞങ്ങളെ നഫ്സ് ചൊല്றது രണ്ട് ഭാഗമായിട്ടിക്കറ് ഞങ്ങളെ നഫ്സ് രണ്ട് ഭാഗമായിട്ടിക്കറ് ആ നഫ്സ്
ചീഞ്ഞ ഭാഗമുണ്ട്, അതേപോലെ അതിന് നല്ലതായ ഭാഗമുണ്ട്. ഞങ്ങൾ ഏതുക്ക് യാറെ പ്രാധാന്യം കൊടുക്കറമാ അത് അതേപോലെ ആയിട്ട് തീർറ്, അത് പിന്നെ കംപ്ലീറ്റ് ചീറ് അല്ലെ. ഞങ്ങ നഫ്സുക്ക് ബെർക്കത്തറില്ല, ആ നഫ്സുക്ക് ഞങ്ങൾ യാറെ പ്രാധാന്യം കൊടുത്തിട്ടു ಅದಕ್ಕೆ ನಂಗೆ ಯಾರ ಇಂಪಾರ್ಟೆಂಟ್ കൊടുത്തിട്ടായെങ്കിൽ ഞങ്ങളെ ബെടുക്കത്തിക്ക് ആ ബെടുക്കത്തറതുക്ക് അത് വിളിക്കുമ്പോത്തുക ಅದಕ್ಕನುസരിച്ചിട്ട് ഞങ്ങൾ പോയിട്ടായെങ്കിൽ ആ നഫ്സ് പിന്നെ ചീഞ്ഞു പോണ്ടു, ആ നഫ്സ് പിന്നെ അളക്ക ബെടുക്കായി പോണ്ടു. ആയെങ്ക അതിരെ തഖ്വ, അതിരെ ഭയഭക്തിക്ക് ഞങ്ങൾ ಯಾರ ಇಂಪಾರ್ಟೆಂಟ್ കൊടുത്തിട്ടു അതിരെ സമാക്കിട്ട് അങ്ങനെ നല്ല രീതിയിൽ ആ നഫ്സിനെ ഞങ്ങൾ കോമ്പൗണ്ട് ആയെങ്കിൽ അത് പിന്നെ കംപ്ലീറ്റ് നല്ല ഒരു ചൊല്ലതായിട്ട് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടുള്ള വിഷയം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ಅದರ ബാക്കി ഭാഗത്തിൽ ചൊല്ലറെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആർ ആ നഫ്സിനെ തസ്കിയത്താക്കിയാണ്, ആർ ആ നഫ്സിനെ ശുദ്ധീകരിച്ചാണ് അവನು വിജയിച്ച. വഖദ് ഖാബ മൻ ദസ്സാഹ, ആർ ആ നഫ്സ് ബെടക്കാക്കിയാണ് അവನು പരാജയപ്പെട്ട ചൊന്തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലു. അപ്പൊ ഞങ്ങളെ നഫ്സിനെ ഞങ്ങൾ തസ്കിയത്താക്കിറാമ, ഞങ്ങളെ നഫ്സിനെ ഞങ്ങൾ ശുദ്ധീകരിച്ചിറാമ, അതുക്ക് ബേന്മായ ജിഹാദ് ഞങ്ങൾ കൊണ്ടുണ്ടായിര, അതുക്ക് ബേന്മായ പരിശ്രമം ഞങ്ങളിൽ നിന്ന് ഉണ്ടായിര ചൊല്ലത് ഞങ്ങൾ ആലോചനാക്കുനായ ഒരു വിഷയത്തിക്ക് അല്ലേ. നഫ്സിനെ തസ്കിയത്ത് ഓരോ നിമിഷം ഓരോ സെക്കൻഡിലും ഞങ്ങൾ യാറെ പരിശ്രമിക്കണായി ഒന്നേറ്റിക്കറ്. നഫ്സുരെ 3 അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊന്ന. നഫ്സുക്ക് 3 അവസ്ഥ ഉണ്ട് അല്ലേ. ഞങ്ങളുടെ നഫ്സുക്ക് 3 അവസ്ഥ ഉണ്ട്. ഒന്ന് നഫ്സുൻ അമ്മാറത്തും ബിസ്സു, നഫ്സ് തപ്പുക ചായരുതായെ, തപ്പു എപ്പം ആക്കുക ആക്രാന്താക്രേ, തപ്പു യാറ ആക്കുകയിട്ട് ആസപ്പെടുന്നതായ ഒരു നഫ്സ്. സൂറത്തുൽ യൂസുഫിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഭാഗ ചൊല്ലറെ അല്ലേ. വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു. ഖണ്ഡിതമായിട്ടും നഫ്സു ചൊല്ലறது തപ്പുക ചാഞ്ഞു പോയേണ്ടതായിട്ടിക്കർ, തപ്പുകെപ്പം ചായരുതായിട്ട് തപ്പിയെപ്പം പ്രേരണാക്കൃതയിട്ടിക്കർ. ഇല്ലാമാ റഹിമ റബ്ബി, നന്റെ റബ്ബുരെ കരുണ ഉള്ള നഫ്സല്ലാണ്ട്, നന്റെ റബ്ബുരെ കരുണ ഏതൊരു നഫ്സ് കൊണ്ടാ ആ നഫ്സ് അത് ബച്ചവാവും. അതല്ലാത്ത എല്ലാ നഫ്സും തപ്പുകൈത്തിക്കർ ചാഞ്ഞോ പോണ്ടേ, തപ്പുകൈത്തിക്കർ ഭൂനോ പോണ്ടേ. അപ്പൊ ഞങ്ങളെ നഫ്സ് തപ്പുക ചായുമ്പത്തുക ആ നഫ്സ് അള്ളാഹുടെ റഹ്മത്തില്ലാണ്ടായെങ്കിൽ അത് തപ്പുലേ മുങ്ങിട്ടിക്കർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ അള്ളാഹുവിനോട്ടിക്ക് ദുആർക്കണു. ഞങ്ങളെ നഫ്സിനെ തസ്കിയത്തുക്ക് മെയിൻ ഞങ്ങൾ ദുആർക്കനായതായിട്ടിക്കറ്. അള്ളാഹുവേ നന്റെ നഫ്സിനെ ശുദ്ധീകരിക്ക് റബ്ബ, അള്ളാഹുവേ നന്റെ നഫ്സിനെ തപ്പിൽ നിന്ന് ബച്ചവാക്ക് റബ്ബ. ഇതെപ്പം ഞങ്ങൾ ദുആർക്കനായതായിട്ടിക്കറ്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചതായിട്ടിക്കറ് ഞങ്ങളെ നഫ്സ് തസ്കിയത്താവരെ. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്ന വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ റഹ്മത്തും നിങ്ങളുടെ മേൽ ഇല്ലാണ്ടായെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും നല്ല ആവലാന്ന്. നോക്കൂ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ഫദ്ലിനെ സബലൈത്തിക്കറ് നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ഞങ്ങളെ നല്ലായിട്ടുള്ളേ, അങ്ങനെ നഫ്സ് തസ്കിയത്തായിട്ടുള്ളേ. അല്ലാണ്ടായെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തസ്കിയത്തുള്ള ആവലാന്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് പഠിപ്പാട്ട്. അപ്പൊ ഞങ്ങൾ എന്താക്കണം, അല്ലാഹുവിനോട്ടിക്ക് ഞങ്ങളെ നഫ്സിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദുആർക്കും, ഞങ്ങളെ നഫ്സിലെ തസ്കിയത്തുക്ക് വേണ്ടി ദുആർക്കും. അപ്പൊ അതേറ്റിക്കറ് ഒന്നാമത്തെ നഫ്സ് എന്തിരെ തപ്പുക ചാഞ്ഞു പോണ്ടതായ നഫ്സ് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലറ. ഈ നഫ്സ് തപ്പുക ചായവുള്ള കാരണാറ് അത് ഞങ്ങമേ സ്വന്തം ഞങ്ങും അതേപോലെ ഞങ്ങളെ ചുറ്റുഭാഗം ഞങ്ങളെ അബ്ബ ഉമ്മം ഇങ്ങനെ ഇട്ടിക്കറ അതാ സംഭവിക്കറേ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നഫ്സ് ഞങ്ങൾക്ക് തരുമ്പോ അത് ശുദ്ധിയായിട്ടിന്ത്, അത് എന്തായിട്ടില്ല ಅಂತ കലങ്കായിട്ടില്ല ಅಂತ. പിന്നെ അത് കലങ്കാക്കിയാറ് മനുഷ്യന്മാരായിട്ടിക്കറാർ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലற ഒരു ഹദീസ് ഞങ്ങൾക്ക് പിടിയുള്ളതായിട്ടിക്കറ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ ആൾമാരും ജനിച്ചു പണ്ടേ ഈ ദുനിയാവുകു പറന്നു പണ്ട് എങ്ങനെ പ്രകൃതി ശുദ്ധിയിലേറ്റിക്കറ്, നല്ല ശുദ്ധിയുള്ള ഒരു അവസ്ഥയിലേറ്റിക്കറ് പണ്ട്. പിന്നെ അവന്റെ അബ്ബുമ്മയിട്ടിക്കറ് അവന്റെ യഹൂദിയാക്കറും നസാറാക്കറും ഔ യുമജ്ജിസാനിഹി അവന്റെ മജൂസിയാക്കരെ ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലறது കാണും അല്ലേ. അപ്പൊ ആ അവസ്ഥക്ക് ഭൂലോകുല്ലേ ഞങ്ങളെ സാഹചര്യം ഞങ്ങളെ അവസ്ഥയിട്ടിക്കറ് കാരണം പ്രകൃതിയില് എന്തേ നഫ്സ് ചൊല്ലறது ശുദ്ധി ഉള്ള ഒരു കാര്യത്തിക്ക്.
ನಫ್ಸು ಫಸ್ಟ್ಗೆ ಕಲಂಕ ಇಟ್ಟು ಬಂಡಲ್ಲ. ಕ್ರಿಶ್ಚಿಯನ್ಸ್ ಮಾರ್ರೆ ವಿಶ್ವಾಸ ಎಂದ್ರೆ അങ്ങനെ ബൈബിളിൽ ചൊല്ലുന്നത് നഫ്സ് വരുമ്പത്തിಗೆ കലങ്കാണ്, നഫ്സ് അത് വരുമ്പത്തിಗೆ കലങ്കാണ്. അങ്ങനെ ഇസബിലു ഞങ്ങ എല്ലാ കലങ്കായിട്ടുള്ളതും ആരുടെ മേലെ ഏൽപ്പിക്കര്? ഈസാ നബിയുടെ മേല് ഏൽപ്പിക്കുക. അങ്ങനെ യേശുവിന്റെ മേലെ ഏൽപ്പിക്കര്. അങ്ങനെ ആ യേശു എന്താക്കുന്നത് ഞങ്ങൾ ശുദ്ധിയാക്കിയിട്ട് സ്വർഗത്തേക്കും പോണ്ടേണ്ട എത്തിക്കർ ഞങ്ങൾ വിശ്വാസ. മാത്ര ഇസ്ലാം പടിപ്പാട്ട വിശ്വാസം എന്തേ? നഫ്സ് ശുദ്ധി ഉള്ളതേറ്റിക്ക്, പ്രകൃതി ശുദ്ധി ഉള്ളതേറ്റിക്ക്. പിന്നെ ഇതിക്കർ കാലക്രമേണ അത് കലങ്കായും പണ്ടേ ഞങ്ങളെ ഓരോ തപ്പു കാരണത്തിലേറ്റിക്കർ അത് പിന്നെ കലങ്കാവറേ. പിന്നെ അത് ഞങ്ങളെ തപ്പുകു ബലിക്കുള്ള കാരണം എന്തേ? ഞങ്ങളെ സാഹചര്യം സ്വഭാവമായിട്ടിക്കറി ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ ചൊല്ലട്ട. ഉദാഹരണക്ക് കല്ലുകുടി. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും കല്ലു കുടിക്കിറങ്ങില്ലാണ്ട് നാ വിചാരിക്കേ. കല്ലുകുടിയുടെ വിഷയം ഞങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് അത് ഒരു ചീഞ്ഞ വസ്തു പോലെയായിട്ട് അല്ലെങ്കിൽ ഒരു ബെടുക്ക് വസ്തുവായിട്ട് ഞങ്ങൾക്ക് അത് ഫീൽ ആവും. അതെങ്കിൽ ഒരാൾ കല്ല് കുടിച്ചിട്ട് മുട്ടോണ്ട അവസ്ഥ എന്തേ? അവനക്ക് കല്ല് കുടി കേൾക്കുമ്പോഴത്തേക്ക് അവന്റെ മനസ്സിലാശാവും. എന്തേ? അത് ഒർക്ക് അതിന്റെ ടേസ്റ്റ് അവൻ അനുഭവിച്ചിരാ. അപ്പൊ പ്രകൃതിയില് യഥാർത്ഥത്തിൽ ബെടുക്ക് ചൊല്ലത് അത് ബെടുക്കായിട്ട് അത് എന്തേ ನಂಗೆ കാൽച്ചനാക്കുകയാവാത്തതേറ്റിക്ക് മാത്ര അതിൽ ഒർക്ക ഞങ്ങ ഭൂനിട്ടായെങ്കിൽ പിന്നെ അത് അവിടേക്ക് ബലിക്കും. അതേറ്റിക്ക് നഫ്സിന്റെ സ്വഭാവം. സ്മോക്കിംഗ് ആയ അങ്ങനെ സ്മോക്കിംഗ് ആക്കിയങ്ങ പിന്നെ ബുട്ടിട്ടു പിന്നെ പാടെ വാപ്പാസ് അതിലെ പിറവിൽ പോണ്ടി എത്ര ആൾമാരുള്ള നമ്മുടെ അനുഭവത്തിൽ നാ എത്ര ആൾമാർ ബുട്ടങ്ങ പാടെ അതിൽ അതെന്തേ? ആ നഫ്സ് പിന്നെ അത് അവിടേക്ക് ബലിക്കരേ. മാത്രം കുറെ ബുട്ടങ്ങമുള്ളാർ അൽഹംദുലില്ലാ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടിട്ടും അള്ളാഹുടെ കാരുണ്യ കൊണ്ടിട്ടും ബലിച്ചോയിന്നങ്ങ ബുട്ടങ്ങമുള്ളാർ. മാത്രം അങ്ങോട്ടിക്ക് ഒരു വിഷയം എടുക്കുമ്പോഴത്തെ അങ്ങ് ആശ അവർ കാരണം അങ്ങ് അവർക്ക് ടേസ്റ്റ് ആക്കിയതായിട്ട് ഒർക്കും ബീഡി വലിക്കാത്ത ഒർക്കും സ്മോക്കാത്ത ഒരാൾക്ക് നീ ബീഡിയുടെ വിഷയം എന്തൊരു ചൊന്നെങ്കും എന്തൊരാക്കെങ്കും ഈവൻ അവന്റെ മുട്ട വന്ന് ആ ബീഡി വലിച്ചോണ്ട് മുട്ട പറയുമ്പോ സമയത്ത് അവനക്ക് ആവില്ലേ, മണകേക്കുകയാവില്ലേ. കാരണം അത് പ്രകൃതി ഏറ്റിക്കരുത്. പ്രകൃതിയിൽ നഫ്സ് ശുദ്ധി ഉള്ളത് ഏറ്റിക്കരുത്. പിന്നെ സാഹചര്യം ഏറ്റിക്കറൗണ്ടേ ബെടുക്കാക്കരെ ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഏറ്റിക്കര് ബാക്കിന്ന് എല്ലാ വിഷയം ഞങ്ങളെ കണ്ണിൽ കാണേണ്ടത് ഇന്നത്തെ ലോകത്ത് ചെറിയ ചെറിയ ആ ടീനേജിലുള്ളേ അതേപോലെ യുവത്വത്തിലുള്ള ആൾമാർ മൊബൈലിൽ കാണേണ്ടതായ ഓരോ ബെടുക്കത്തറ ഫോൺ വീഡിയോ അതുപോലെ ബാക്കിന്നത് അതിലുള്ള എഡിക്റ്റ് ആയി പോണ്ട് എത്ര ആൾമാരുള്ള. കാരണം എന്തേ? യഥാർത്ഥത്തിൽ ഈ ബെടുക്ക് ചൊല്ലത് അത് എന്തേ ബെടുക്കേറ്റിക്കർ അത് ഒർക്കം നഫ്സ് ആഗ്രഹിക്കില്ല. മാത്രം അത് ഒർക്ക നോക്കിയിട്ട് രണ്ടാമത്തെ നോക്കിയിട്ട് പിന്നെ അതിങ്ങനെ പോകുമ്പോ പിന്നെ അതിൽ അഡിക്റ്റ് ആവറേ. പിന്നെ നഫ്സ് പിന്നെ അധികേ ബലിക്കരേ. പിന്നെ അതിൽ നിന്ന് ബച്ചവാക്കുക ഭാരി കഷ്ട. അത് കേട്ടിക്കറ് തപ്പുരെ നിങ്ങ നിൽക്കി നോക്കണ്ട ചൊന്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. തപ്പുരെ ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കി നോക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ എതിർലു ഒരു ഗീട്ട് ഇങ്ങനെ ബലിച്ചിത്ത് ഒരു ലൈൻ ഇങ്ങനെ ബലിച്ചിത്ത് അതിൽ പിന്നെ അപ്പറിപ്പറ കൊറിയ ലൈന് ബലിച്ചിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഹാദാ സിറാത്തും മുസ്തഖീം ഇതേറ്റിക്കറ് നേരായ മാർഗ. ഇതിರ അപ്പറിപ്പുറ ഉള്ളത് അത് ബെടുക്ക് മാർഗ ഇട്ടിക്കറ് തെറുതപ്പാട്ട് എല്ലാ ഓരോ മാർഗത്തിലും ശൈത്താനുള്ള. അങ്ങനെ ഇസബുലു ആ തെറുകു നിങ്ങ നെൽക്കി സമയത്ത് നോക്കണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് കാണും. ആ നെൽക്കി നോക്കുമ്പോ ഇട്ടിക്കറ ആ ഒന്നാമത്തെ നെൽക്കി നോക്കല്ല ഇട്ടിക്കറ് ಅದಕ್ಕೆ ಮೇನ ಬೂದು ಬೋಂಡೆ പിന്നെ നഫ്സ് ഞങ്ങളെ ഔടിಗೆ ബൽക്കിരെ ചൊല്ലത് ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കാനായി ഒരു കാര്യത്തിക്കർ. ഷെയ്ത്താൻ എന്താക്കുക? സ്റ്റാർട്ടാക്കി വിടുക. ഒരു തപ്പ് ഷെയ്ത്താന് സ്റ്റാർട്ടാക്കുക മാത്ര ബാക്കി അത് കണ്ടിന്യൂ ആക്കാറ് ഞങ്ങളെ നഫ്സൈത്തേക്ക് അല്ലേ. ഒരു തപ്പു ഇപ്പൊ കണ്ണില് നോട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ಎಂದ್ರೆ ಕಣ್ಣರ ನೋಟ ಅನ್ನದರು ಕಣ್ಣರ ನೋಟ ಜಿನತ್ತೆ ഒരു ഭാഗമായിട്ടിക്കറ് കണ്ണുര നോട്ട. അതേപോലെ ജിനത്തെ ഒരു ഭാഗമായിട്ടിക്കറ് കാതിരെ കേൾവി അങ്ങനത്തെ വിഷയ കേൾക്കരുത്. അതേപോലെ കയ്യിൽ തൊടുറതായിട്ടിക്കറ് ജിനത്തെ കൈകൊണ്ടുള്ള ജിന. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അത് കഴിഞ്ഞിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല കുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനായ ആൾമാർ അങ്ങനെ കണ്ണിര നോട്ടത്തെ അങ്ങ് കീഴാക്കട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതേറ്റിക്ക് ഷൈത്താൻ എന്താക്കറ ഒർക്കു നോക്ക് എന്താവില്ലേ നോക്കറ മാത്രല്ല വേറെന്തേ. അപ്പൊ ഷൈത്താൻ അത് സ്റ്റാർട്ട് ആക്കറ പിന്നെ നോക്കിയാൽ പിന്നെ അതിനെ കണ്ടിന്യൂ ആക്കിയോ പോണ്ടത് അത് ഞങ്ങളെ നഫ്സൈറ്റിക്കറ് ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ഷൈത്താന്റെ പൽക്ക
ആ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അവിടെ കൺട്രോൾ ആക്കി വെക്കണം. ആ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വടിച്ചുവിടണം. ആ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ നിപ്പാട്ടുന്നു ചൊല്ലതേ ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുള്ള വിഷയ. എപ്പ സ്റ്റാർട്ട് ആക്കിയമ്മ പിന്നെ ആ നഫ്സ് ഞങ്ങളെ കണ്ടിന്യൂ ആക്കുബാട്ടി ഇക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. നഫ്സ് ചൊല്ലത് അതൊരു ട്രെയിനിങ് ആക്കിയ പോലെ. ഞങ്ങൾ അതുക്ക് നല്ലത് കൊടുത്തിട്ടായെങ്കിൽ അത് നല്ലതേ ബൽക്കിറ്. ഫജർ നിസ്കാരത്തിക്ക് എപ്പോ എൽഡ്രാം വെച്ചിട്ട് എനിക്കിற ഒരാൾ എൽഡ്രാം ഇല്ലെങ്കിമോ എനിക്കിറ. കാരണം അത് ആദത്തെ ഇട്ടിക്കറ്. അപ്പൊ നഫ്സുക്ക് ഞങ്ങൾ എങ്ങനെ ട്രെയിനിങ് കൊടുക്കാതെ ഇട്ടിക്കറ്. ഞങ്ങൾ നല്ലത് ട്രെയിനിങ് കൊടുത്തിട്ടായെങ്കിൽ അത് നല്ലത് വലിക്കറ്. നഫ്സ് ഞങ്ങളെ നല്ലത് വലിക്കും. അതല്ല ഞങ്ങൾ ಬೆಡ್ಕಿಗೆ ಟ್ರೈನಿಂಗ್ ಕೊಡ್ತು ಉಳ್ಳಂಟಾಯಂಗೆ ಅದು ಔಡಿಗೆ ಬಲ್ಕಿರಿ. ನಾನದಿൽ ಅಡಿಕ್ಟ್ ആയിപ്പോയി. നക്കിന് ബച്ചവാവ് സാധ്യല്ല. അങ്ങനെ ചൊന്തു കാര്യമില്ല. ആ എത്ര അതിൽ നിന്ന് ബച്ചവാവുക കോശിഷാക്കുന്നു ചൊല്ലത് ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ട്. അതേ ടിക്കറ് താ നോപ്പാട്ട് ഓതി വെച്ച ആയത്ത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവരെ ആ മഖാമറെ പേടിച്ചിട്ട് ഒരാൾ സ്വന്തം നഫ്സിനെ കൺട്രോൾ ആക്കി വെക്കറാണ്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവന്റെ ജാഗെ ടിക്കറ് സ്വർഗ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുകുല്ല. കാരണം ആ നഫ്സിനെ പിടിച്ചു വെക്കുന്നു ചൊല്ലതേ ടിക്കറ്. അങ്കൈ ടിക്കറ് സ്വർഗമില്ലേ അല്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു വെച്ച പോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ അസീസ് രാജാവുരെ പെഞ്ഞായി ആ കൊട്ടാരത്തില് ബിൽച്ചപ്പ ഹൈത്തലക് ബാ നണ്ടൊട്ടിയ ചൊന്ത് ബിൽച്ചപ്പ. ഉലമാക്കന്മാർ വിശദീകരിക്കാറ്, ചരിത്രകാരന്മാർ വിശദീകരിക്കാറ്. ഒന്നാമത്തേത് യൂസുഫ് നബി ഒരു ബാലക്കാറേറ്റിക്കറ്, നല്ല ചൂട് ചോറുല്ലേ ഒരു ബാലക്കാറ. രണ്ടാമത്തേത് സ്വന്ത റായല്ല, ഏതാ ഒരു റായ, സ്വന്ത കുടുംബ ചൊന്തോറാറുമില്ല, ഏതാ ഒരു ಬೇರೆ ഒരു ജാഗലേറ്റിക്കറ്. മാത്രല്ല ഒരു കൊട്ടാര, ആ കൊട്ടാരത്തിൽ 100 റൂമിന്ത് ആ 100 റൂം കഴിഞ്ഞിട്ടുള്ള റൂമിലേറ്റിക്കറ് ഈ അസീസ് രാജാവുരെ പെഞ്ഞായി ബിൽക്കിരെ ഹൈത്തലക് ബാ നണ്ടൊട്ടിക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല മആദല്ലാഹ്, പെണ്ണ ഞാൻ അല്ലാഹുവരെ പേടിക്കിற, നക്കത് പാടില്ല, നക്കത് തീരാ ചൊന്ത ഔಡ್ರೆ ಓಡ್ರಿ. പെഞ്ഞായി അസീസ് രാജാവുരെ പെഞ്ഞായി പിടിച്ച് ബൽക്കിര. ആ ബൽക്കിര ബലില് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുരെ ഡ്രസ്സ് സമയത്ത് പറഞ്ഞു പോണ്ടു അല്ലെ? പെറൂത്ത ഭാഗത്തിൽ ഡ്രസ്സ് സമയത്ത് പറഞ്ഞു പോണ്ടു. അപ്പൊ അത്രത്തോളു അങ്ങനത്തെ ഫിത്നയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യത. ആറാറും ഇല്ലാത്ത, ആറാറും കാണാത്ത, ആറാറും നോക്കാത്ത ആ ഒരു സന്ദർഭത്തില് അള്ളാഹു നന്റെ കണ്ടുള്ള നന്റെ അറിഞ്ഞുള്ള ചൊല്ലുടെ പേടി എത്ര തോല് നമുക്ക് ഉണ്ടായിരു ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്നായി ഗൗരവപ്പെട്ട ഒരു വിഷയത്തിക്ക് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി ഇസ്രായേലിൽ പെട്ട 3 ആൾമാർ ഗുഹയിൽ കുടുങ്ങിയ 3 ആൾമാരുടെ സംഭവം നമുക്ക് ചൊന്തന്നത് കാണും. ബനി ഇസ്രായേലിൽ പെട്ട 3 ആൾമാർ അങ്ങ് ഒരു യാത്ര പോകുമ്പത്തുകു ആ യാത്രയില് ജോർ മലം കാത്തു വന്നപ്പ അങ്ങ് ഒരു ഗുഹെಗೆ നൂണ്ടപ്പ അവിടെ ഒരു ಬೆಲ್ಲೆ ಬಂಡೆಕಲ್ಲು ಬಂತ ಗುಹೆರೆ ಬಾಯಿಲು ಮುಚ್ಚಿಬಿಡ್ರು. ಅಂಕದು ಆ ಕಲ್ಲು ഊന്തിട്ട് അങ്ക് എടുക്കുക ഇല്ല. അപ്പൊ അങ്ങ് തീരുമാനാക്കുന്നത് ഞങ്ങളുടെ ജീവനത്തില് ഞങ്ങൾക്ക് നല്ല അമൽ എന്ത് ഇന്നെങ്കിൽ അള്ളാഹുരൊട്ടിಗೆ ചൊന്ത് ഞങ്ങൾ ദുവാർന്നിട്ട് ആ കല്ലിൽ നിന്ന് അതിൽ നിന്ന് ബച്ചവാകും ഞങ്ങൾ അള്ളാഹുരോട് ദുവാർക്ക. അങ്ങനെ ആ 3 ആളില് ദുവാർത്തിൽ ഒരാളുടെ ദുവ എന്തിരെ അള്ളാഹുവേ നക്കൊരു മാമിര മൂലിന്നാൾ, ആ മാമിര മൂലിൽ വ്യഭിചരിക്കുക, അവളുടെ ಕೆಡ್ಕುക, ಅವಳೆ ಪ್ರಾപിക്കുക നക്ക് ചമ്മ ആസിന്ത് ആ എത്ര നാ പ്രയത്ന ആക്കിയ ബട്ട് അവൾ നക്ക് ഭാഗ്യം ಇಲ್ಲ ಅಂತ നക്ക് അവൾ കിട്ടിയോ ಇಲ್ಲ. അങ്ങനെ ഒരു നാള് അവൾക്ക് കട കേൾക്കുകനായിട്ട് അവൾക്ക് എന്തിനും ಅವ್ರ ಕಾಸಿರ ಜರೂರತ್ ಬಂದಪ್ಪ ಅವಳು ನನ್ನೊಟ್ಟಿಗೆ ಕಡೆಗೆ ಬಂದಾൾ. ആ കടകേക്കോ ಬಂದಪ್ಪ നന്റെ ആസര അവളെ ദുർಲು നാ ಬೆಚ್ಚ. അങ്ങനെ അവൾക്ക് ഗത്യന്തര ഇല്ലാണ്ടെ ആ നന്റെ ആസെഗ് അവൾക്ക് ബഗ്ഗനായിട്ട് ಬಂತು. അങ്ങനെ ഹദീസിലുള്ളതേറ്റിക്കറി ജണ്ടാലും ഡ്രസ്സ് മാറ്റിട്ട് മുട്ടാവുമ്പത്തുകു ആ പെണ്ണ് ചൊന്നൊരു പൽക്കെന്തര ഇത്തക്കില്ല, മനുഷ്യ അള്ളാഹുരെ പേടിക്ക്, അള്ളാഹുരെ പേടി ചൊന്ത ആ ഒരു പൽക്ക് കേട്ടതേ അയാൾ എതിർ വെച്ച സ്റ്റെപ്പ് പെറുവെടുത്തിട്ട് അയാൾ ആ പെണ്ണുക്ക് കൊടുക്കുന്ന കാശ് കൊടുത്തിട്ടു അവളെ കടത്തി വിട്ടുത്തു. വ്യഭിചാരത്തിൽ നിന്ന് അയാൾ അള്ളാഹുരെ പേടിച്ചിട്ട് അതിൽ നിന്ന് വിട്ടു നിന്നിട്ടു. അതേ ടിക്കർ വനഹൻ നഫ്സ് അനിൽ ഹവാ, ഹവൽ നിന്ന് നഫ്സിനെ പിടിച്ചു വയ്ക്കുക ചൊന്ന അതേ ടിക്കർ അല്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാമണ ഉമർ റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോണ്ടേ. ആ നടന്നു പോണ്ട സന്ദർഭത്തില്
ஒரு அவுத்தில் நின்று ஒரு கவிதை ஒரு பாட்டு கேட்குது உமர்லாம் அவனுக்கு ಆ ಪೆಣ್ಣಿರ ಪಾಟ್ ಎಂದ್ರೆ മാപ്പിളില്ലാത്തെ അതായത് മാപ്പിള സൈനികന്മാരുടെ കൂട്ടത്തിൽ പോയിട്ട് എത്രമാ വർഷ കഴിഞ്ഞത് മാപ്പിള ഔത്തുകു ബറാത്തെ ആ ഒരു മാപ്പിളരെ ಅಭಾವത്തിൽ ಅವಳಿಗೂ ಅವರು ಅಂದ್ರೆ ಜಿನಾಕುಗು ಮನ್ಸವರ ಸಂದರ್ಭದಲ್ಲಿ ಆ പെണ്ണ് പാടുற പാട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ മീത്തി നോക്കിയോണ്ടില്ലാണ്ടായിരെങ്കിൽ ഏതാ ഒരു ആണ്ട് വിളിച്ചിട്ട് ഈ കട്ടിൽ ആടുപാട്ടുകുന്ന എന്നെ കൊണ്ട് സാധിക്കാത്ത മാത്ര നിന്റെ പേടിച്ചിട്ട് മാത്രമേ അതിൽ നിന്ന് നാ വിട്ടു നിൽக்கிறேன் ഇത് കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടുകൊണ്ട് അതിൽ പിന്നെ അവിടെ സീദാ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മുട്ട പോണ്ടേ സ്വന്ത മോലു ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മുട്ട പോയിട്ട് കേൾക്കറേ ഒരു പെണ്ണിಗೆ മാപ്പിളരെ വിട്ടിട്ട് എത്ര നാൾ നിക്കാ അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹു 4 തിങ്കൾ ചൊന്നു യാര ചൊന്ന 4 തിങ്കൾ അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ സൈനികന്മാർക്ക് ഒരു റൂൾസ് പാസ്സാക്കറേ 4 തിങ്കളിലാണ്ട് യാര സൈനികന്മാർ വിട്ടു നിക്കോത്തീറ അങ്ങ് വർക്ക് ഔത്ത് വന്നു പോണു അല്ലേ അപ്പൊ ചൊന്ന വന്നവർ ചൊന്നെങ്കിൽ ആ നഫ്സരെ കൺട്രോൾ ആക്കുന്ന ഒരു അവസ്ഥ ഇതായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മുന്നലത്തെ മുൻഗാമിമാർ അപ്പൊ ഞങ്ങൾക്ക് ഒരു തപ്പാക്കുക പ്രേരണ തണ്ട് ഏതൊരു വസ്തു കണ്ടുമ്പോൾ ആ തപ്പിൽ നിന്ന് ഞങ്ങളെ നഫ്സരെ പിടിച്ചു വെക്കുന്ന ഒരു വെഡ്സ് ആ ഒരു പവർ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണായതിട്ട് ഒരു മുഅ്മിനുക്ക് ഉണ്ടാവണായതിട്ടിക്കർ ഇല്ലണ്ടായെങ്കിൽ മഹാ നഷ്ടത്തുകയിട്ടിക്കർ മഹാ കഷ്ടത്തുകയിട്ടിക്കർ അവൻ ബൂന്നു പോണ്ടേ ചൊല്ലുന്ന വിഷയ മനസ്സിലാക്കും അല്ലെ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എഡിക്റ്റ് ആയെങ്കും എന്താക്ക ഫസ്റ്റ് സന്ദർഭത്തിൽ അങ്ക് ഒരു 2-3 വട്ട കഷ്ടാവരു കാരണം ആ നഫ്സ് അങ്ങനെ ട്രെയിനിങ് ആക്കി വെച്ചിര അവ 2-3 വട്ട ഉറക്ക ഞങ്ങൾ അത് പിടിച്ചു വെച്ചിട്ടുണ്ടായി പിന്നെ ആ നഫ്സ് ഞങ്ങളെ ചൊന്നോടേക്ക് ബണ്ട് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണായി ഒരു കാര്യം എത്തിക്കറ് അപ്പൊ ഏതായെങ്കും നഫ്സരെ 3 അവസ്ഥയിൽ ഒന്നാമത്തെ അവസ്ഥ എന്തേ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ ചൊല്ലേ ആ ഒരു നഫ്സൈറ്റിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നരെ രണ്ടാമത്തെ നഫ്സ് അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നരെ നഫ്സുൽ ലവ്വാമ അല്ലേ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ നഫ്സുൽ ലവ്വാമ ചൊന്നെങ്കിൽ എപ്പം ഖേദബണ്ടതായ നഫ്സ് തപ്പാക്ര ഖേദബണ്ട് തൗബാക്ര പാടും തപ്പാക്ര പാടും ഖേദബന്ത് തൗബാക്ര വാപസ് തപ്പാക്ര ഇത് ഇങ്ങനത്തെ ഒരു നഫ്സ് കുറെ ആൾമാർക്ക് അങ്ങനെ നിൽക്കുക അല്ലേ அவங்க പിടിയുണ്ടു ഇതാക്കുത്തീറ അയങ്ങും ആക്ര മാത്ര തൗബാക്ര ഇതിൽ കാര്യമില്ല ഇങ്ങനത്തെ നഫ്സുൽ ലവ്വാമ വെച്ചിട്ട് ഒരാൾ ജീവിച്ചിട്ടായെങ്കിൽ അവന്റെ മരണം പറയുമ്പോഴത്തേക്ക് അവൻ ഖേദിച്ചു പോണ്ട പിന്നെ അല്ലേ അപ്പൊ അത് ഇതിൽ കാര്യമില്ല കുറെ ആൾമാർ ഇതിൽ വഞ്ചനയിൽ മൂന്ന് പോണ്ടാർ നാ തൗബാക്രല്ലേ തപ്പാക്കിട്ട് എന്തായാലും തൗബാക്രല്ലേ അങ്ങനെ തൗബാക്രല്ലേ ചൊല്ല ആ ഉദ്ദേശത്തില് തപ്പാക്കിയോ പോണ്ടെങ്കിൽ എത്ര ആൾമാർ അത് യഥാർത്ഥത്തിൽ അവന്റെ നഫ്സ് അവന്റെ വഞ്ചനയിൽ ബൂൾബാട്ടറതേറ്റിക്ക് അവന്റെ ചതിக்கிறതേറ്റിക്കറ് അവന്റെ യഥാർത്ഥത്തിൽ അത് ചീട്ടാക്കി ഉള്ളതേറ്റിക്കറ് ഓർക്കും ഞങ്ങൾ അങ്ങനെ ആവുത്തീറ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിദ്റാക്കിന്റെ വിഷയത്തിൽ ജാഗ്രത ആക്കൂ ഞങ്ങളുടെ ചൊല്ലും ഇസ്തിദ്റാക്ക് എന്തേ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾ തപ്പാക്കുക എപ്പം പോയോണ്ട് ഇന്നുണ്ടായെങ്കിൽ അല്ലാഹു വിട്ടുവിടുക നുവല്ലിഹി മാ തവല്ല അവൻ ആക്കരുത് അവൻ പോയ തെരുവ് അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുവിടുക ലാസ്റ്റ് ഒരു പിടി പിടിക്കിற ആ പിടിയിൽ അവനു നിരാശായി പോണ്ട ചൊന്തേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിൽ ചൊല്ലുന്നു ഫലമ്മ നസു അവൻ മറന്നുപോയ മാ ദുക്കിറൂ ബിഹി അവനുക്ക് എന്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാ അതിനെ മറന്നുപോയ അതായത് പരലോകത്തെ വിഷയം മറന്നുപോയ ഫലമ്മ നസു മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹു അവനുക്ക് വേണമായി കൊസി എന്തെല്ലാം ഉണ്ട് അതെല്ലാം അല്ലാഹു അവനുക്ക് ഓപ്പൺ ആക്കി കൊടുക്കറ ലാസ്റ്റ് എന്താക്കറ ഫഅഖദ്നാഹും അതെ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലേ സുമ്മ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ലാസ്റ്റ് ഒരു പിടി പിടിക്കണം ഫഇദാ ഹും മുബ്ലിസൂൻ ആ പിടുത്തത്തിൽ പിന്നെ അവൻ നിരാശായി പോണ്ട ഞാൻ അണ്ട് ഖേദിച്ച് മടങ്ങിരെങ്കിൽ എത്ര നല്ലാവാത്ത് അണ്ട് നാ തൗബാക്കിരെങ്കിൽ എത്ര നല്ലാവാത്ത് മരണപ്പെട്ടതിൽ പിന്നെ ഖേദിച്ചിട്ട് എന്തൊരു കാര്യം അപ്പൊ അത് കഴിഞ്ഞിട്ട് നഫ്സുൽ ലവ്വാമർ ഒരവസ്ഥയിൽ ഞങ്ങൾക്കോ തീരാ ഖേദിക്കണു ബട്ട് ആ ഖേദ പിന്നെ എന്താവണം അതിൽ ആ തൗബത്തോട് കൂടിയിട്ട് പിന്നെ അവിടെ എന്താവണം അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലതല്ലേ കുല്ലു ബനി ആദമ ഖത്താഉൻ എല്ലാ മനുഷ്യന്മാരും തപ്പാക്രാർ വഖൈറു ഖത്താഇന തവ്വാബുൻ ആ തപ്പാക്രങ്ങളിൽ അല്ലാഹ് തന്റെ ഖൈറായനു തൗബാക്കി മടങ്ങറോണ എത്തിക്കറാണ് അപ്പൊ തൗബ ആ തൗബത്തോട് കൂടിയിട്ട് പിന്നെ ഉണ്ടാക്കുക ഇട്ടിക്കണം ഞങ്ങൾ കോശിഷാക്കുണായി ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതേറ്റിക്ക് രണ്ടാമത്തെ
നഫ്സ്. മൂന്നാമത്തെ നഫ്സ് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുരേ അൻ-നഫ്സുൽ മുത്മഇന്ന, സമാധാനത്തെ, ശാന്തിരെ, ನೆಮ್ಮದಿರೆ ನಫ್ಸೈಟಿಕ್ಕರು ಮೂന്നാമത്തെ ഒരു നഫ്സ്. അതാര നഫ്സ്? ഈ തപ്പിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് സ്വന്ത നഫ്സിനെ കൺട്രോൾ ആക്കി പിടിച്ചിട്ട് അള്ളാഹുവരെ പേടിച്ചിട്ട് അള്ളാഹുവരെ ആ മഖാമരെ പേടിച്ചിട്ട് ആ നഫ്സിനെ തപ്പിൽ നിന്ന് ബച്ചവാക്കിയവനായ മുഅ്മിനായ ആൽമാർ നഫ്സൈറ്റിക്കറ് നഫ്സുൽ മുത്മഇന്ന. അതെപ്പം സമാധാനം, ശാന്തി, ನೆಮ್ಮದಿ അല്ലേ? ತಪ್ಪಾಕಿಟ್ಟು ಖೇದಿಕ್ರದರ ಕಾಣ ಖೈರ್ ಅಂದ್ರೆ ಇಮಾಮ್ ಇಬ್ನುಲ್ ಖಯ್ಯಿಮ್ ರಹ್ಮಹುಲ್ಲಾಹ್ ಚೊಲ್ರಿ, ತಪ್ಪಾಕಿಟ್ಟು ಖೇದಿಕ್ರದರ ಕಾಣ ಖೈರ್ ತಪ್ಪಲ್ ನಿಂತು ಬುಟ್ಟು ನಿನ್ನಿಟ್ಟು ಆ ಸೊಬರ್ എടുக்கிறതേറ്റിക്ക് അതേറ്റിക്ര ಇದರ ಕಾಣ ಖೈರ್. അതായത് സുലാഭത്തെ തെരുച്ചൊന്തു ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ചൊല്ലു അല്ലേ? തപ്പാക്കിയാൽ പിന്നെ ഖേദിക്കരുത്, അതൊരു നല്ല കാര്യമേ. തപ്പ് സംഭവിച്ചിട്ടാൽ പിന്നെ ഖേദിച്ചിട്ട് മടങ്ങരുത്, തൗബാക്കരുത്, നല്ല കാര്യം. ಮತ್ತೆ ಅದ್ರಾಂಟಿ ಯಾರ ಸುಲಾಭ ಅಂದ್ರೆ തപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടിക്കർ, അതിൽ നിന്ന് സൊബറാക്കുന്നതായിട്ടിക്കർ. അപ്പൊ ആ ഒരു സൊബറ്, ആ ഒരു ഇത് ഗഡ്സ് ഞങ്ങളൊട്ടിಗೆ ഉണ്ടാക്കിയെടുക്കുക, ആ ട്രെയിനിങ് ഞങ്ങളൊട്ടിಗೆ ഉണ്ടാവും. അങ്ങനെ ഇത്തിക്കർ അങ്ങനെ നഫ്സുൽ മുത്തുമയിന്നായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടായെങ്കിൽ ലാസ്റ്റ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്തുമാർ ಬಂತು അഭിസംബോധന ആക്കാറ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമയിന്ന, ഏ സമാധാനത്തെ ശാന്തിര നഫ്സ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നല്ല തൃപ്തി ഉള്ള അവസ്ഥയിലും തൃപ്തി കിട്ടിട്ടും പോയി ഞങ്ങ എവിടേക്ക് പോയി? ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നന്റെ നല്ല അടിമമാരുടെ കൂട്ടത്തിൽ നന്റെ സ്വർഗത്തിൽ നിങ്ങൾ ബറൂച്ചും അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ആ മുഅ്മിനായ ആൽമാരുടെ ബിൽക്കിരെ അഭിസംബോധനാക്കിയ ആ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പാട്ടി തണ്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല മുത്മഇന്നത്തായ നല്ല സമാധാനത്തെ ನೆಮ್ಮದಿ ഉള്ള ഒരു നഫ്സരെ ആലായിട്ട് തീരുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ಅದಕ್ಕೆ എന്താക്കണു? ഞങ്ങളെ നഫ്സരെ ആ നല്ലത് ബിൽക്കിര ഒരു ട്രെയിനിങ് ഞങ്ങൾ നഫ്സുക്ക് കൊടുത്തോയിക്കണു. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പണ്ട് ഫുഡു, അതായത് ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ഫുഡ് ഞങ്ങൾ ಅದಕ್ಕೆ കൊടുത്തിട്ടു ഞങ്ങളെ നഫ്സിനെ ഞങ്ങൾ പവർ ഉള്ളതാക്കണം. ഞങ്ങൾ ചൊൽപോലെ കേൾക്കിற ഒന്നാക്കി തീർക്കണം. നഫ്സു ചൊല്றது அது ஒரு பாவைட்டிக்கு நாங்க எந்திர சொல்ற நாங்க எந்திர ஆக்கு உபயோகிக்கிற அதாக்கு. അപ്പൊ ಅದಕ್ಕೆ ഞങ്ങളെ നഫ്സിനെ ഞങ്ങൾ എന്താക്കണം? ഞങ്ങളെ കൺട്രോളിൽ ബേക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അതേറ്റിക്ക് നഫ്സുക്ക് കൽബുമായിട്ട് നല്ല ബന്ധമുണ്ട്. കൽബരെ നഫ്സരെ ಅದಕ್ಕೆ നല്ല ഒരു എന്തുണ്ട് ബന്ധമുണ്ട്. കൽബ് വർത്ത മലിനാക്കിണ്ടായോണ്ട് നഫ്സ് ബെടുക്കൈത്ത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുற ഹദീസിൽ കാണ്ട് ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ഓരോ മനുഷ്യന്മാരെ തടിലും ഒരു എർച്ചിരെ ഭാഗമുണ്ട്. അത് നല്ലൈത്തുണ്ടായെങ്കിൽ അവന്റെ എല്ലാം നല്ലൈത്ത്. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അവന്റെ അത് ബെടുക്കൈത്തുണ്ടായെങ്കിൽ അവന്റെ എല്ലാം ബെടുക്കൈത്ത്. അല വഹിയൽ ഖൽബ്, അറിയൊരു അത് നിങ്ങളെ കൽബൈറ്റിക്ക്. അപ്പൊ കൽബരെ ക്ലീൻ വെച്ചിണ്ടായ അവന്റെ നഫ്സും ക്ലീൻ ആവും അല്ലേ? അപ്പൊ അത് ഞങ്ങൾ മനസ്സിലാക്കണം ഇവർക്കാരിട്ട്. അത് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരു തപ്പാക്കിണ്ടായെങ്കിൽ ആ കൽബുക്ക് ഒരു ഡോട്ട് ബുള്ളു, രണ്ടാമത്തെ തപ്പാക്കിണ്ടായെങ്കിൽ രണ്ടാമത്തെ ഡോട്ട് ബുള്ളു. ഇങ്ങനെ ഡോട്ട് മൂന്ന് ലാസ്റ്റ് അതൊരു എന്തിരേ അതൊരു ഇടി കരിക്കട്ട പോലെ ആയിട്ട് അതൊരു കറുത്ത ഒരു ബസ്തായിട്ട് തീർറ്. അങ്ങനെ ഒരുത്ത തൗബാക്കി മടങ്ങിണ്ടായെങ്കിൽ, പശ്ചാത്താപ്പാക്കി മടങ്ങിണ്ടായെങ്കിൽ അത് പിന്നെ ക്ലീൻ ആയി ഉണ്ടേ പണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പശ്ചാത്താപ്പ ചൊല്ற ആ ഒരു തൗബ ചൊല്ற സൊല്യൂഷൻ ഞങ്ങൾ എപ്പം മനസ്സിലാക്കണായതും അത് ആക്കിയിട്ട് ഞങ്ങളെ ജീവനത്തെ സുതാര്യമാക്കിയിട്ട് ഞങ്ങളെ നഫ്സിനെ ഞങ്ങളെ കൺട്രോൾ ബർപ്പാട്ടുற പോലെ ഞങ്ങളെ നഫ്സിനെ ശുദ്ധി ഉള്ളതാക്കി തീർക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണു. അങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ മുട്ട ബച്ചാവുല്ലേ, അള്ളാഹുവിനെ മുട്ട രക്ഷവുല്ലേ. അതേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്றே ಅಂದ್ರೆ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു സമ്പത്ത ഒരു സന്താനമാ ഉപകാരപ്പെടില്ല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, നല്ല സലീമുല്ലേ, ശാന്തിയുള്ളേ, ನೆಮ್ಮದಿയുള്ളേ, ശുദ്ധിയുള്ളേ കൽബിനെ ശുദ്ധിയുള്ള കൽബിനെ ഉടമയായിട്ട് വർത്ത ബണ്ടെണ്ടായെങ്കിൽ അവനുകൈത്തിക്കർ ബച്ചാവുല്ലേ ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ഖുർആനിൽ നമുക്ക് ചൊല്றது കാണും. അപ്പൊ അത് കഴിത്ത് നല്ല സമാധാനത്തെ നഫ്സുല്ലേ മുത്മഇന്നത്തായ നഫ്സുള്ള ഒരു അടിമയായിട്ട് തീരുക ഞങ്ങൾ ശ്രദ്ധിക്കണു. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആ നഫ്സൊരൊട്ടിಗೆ
ಅದಕ್ಕೆ ತಕ್ಕಂತುള്ള ಜಿಹಾದ್ ಹಾಕುಗು ಆದರೆ ಪರಿಶ್ರಮಿച്ചിട്ട് നല്ല തിരുക്കൊമ്പറുകു അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആക്കി തീർക്കട്ടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു